നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടൻറ്റ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രവർത്തിച്ച് വിജയിക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള സിസ്റ്റംസ് നമുക്കുണ്ട്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു പ്രോഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വിജയത്തിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും വിജയിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇഷ്ടമുള്ള അത്ര പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇഷ്ടപ്പെടുന്നതെല്ലാം അതിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും നമ്മൾ അതിന് കോംപ്രമൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ തരത്തിൽ ലാവിഷായി ചെലവാക്കാൻ പണമില്ലാത്തതോ അല്ലെങ്കിൽ അതിന് തക്ക വരുമാനമില്ലാത്തതോ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു വരുമാന സ്രോതസ് നമുക്കില്ലാത്തത് കൊണ്ടോ ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പുതിയ ഇൻകം സ്ട്രീം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ആണ് ഈ വീഡിയോയിലും പറയുന്നത്. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വൺസ് അഗെയിൻ, രാകേഷ് ദ കൺസൾട്ടൻറ്റ്. മോം മെത്തേഡ് എൻ്റെ വെബിനാറുകളൊക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. മോം മെത്തേഡ് എന്താണ് നമുക്കൊന്ന് നോക്കാം. എന്താണ് മോം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു എം എന്നുള്ളത് മൈൻഡ് സെറ്റ് ആണ്. കാരണം എന്താണ്? ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പുതിയതായിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡീഷണൽ ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നോ, മെന്റലി എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കുന്നോ, എത്രത്തോളം പ്രിപ്പയർഡ് ആവാൻ കഴിയുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവന് നേടിയെടുക്കേണ്ട വിജയം ഉണ്ടാവുക. അല്ലെങ്കിൽ ആ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ ആദ്യത്തെ 80% എവിടെയായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക? മൈൻഡ് സെറ്റിനകത്താണ്. അതുപോലെ തന്നെയാണ് O എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി? എന്താണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ള അവസരം എന്നുള്ളത് പരിശോധിക്കുക. അതിനോടൊപ്പം തന്നെ പിന്നെ എന്താണ് വേണ്ടത്? ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് വേണ്ടി വരും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഈ മൂന്നും ചേർന്നിട്ടുള്ളതാണ് അടിസ്ഥാനപരമായി നമുക്കൊരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബേസിക്കിലേക്ക് വരാം, മൈൻഡ് സെറ്റിലേക്ക് വരാം. മൈൻഡ് സെറ്റ്, ഒരു ബിസിനസ് ചുമ്മാ എക്സ്ട്രാ ഇൻകം മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നമ്മൾ ആരംഭിച്ചു എന്ന് വിചാരിക്കാം. അത് നമ്മൾ ഇതുവരെ ചെയ്യുന്ന ജോലിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടമോ നഷ്ടമോ ഒന്നുമില്ലാത്ത നമ്മുടെ എക്സ്ട്രാ ടൈമിൽ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും, അല്ല സ്വന്തമായി ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പോലും, അതിന് എന്ത് തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് വേണ്ടിയായിരിക്കും? നമ്മൾ റെഡി ടു ഫെയിൽ ആയിരിക്കണം. റെഡി ടു ഫെയിൽ. അതൊരു ആദ്യത്തെ വിൽപ്പനയാണെങ്കിലും, നിർത്തി പോരുമ്പോൾ സ്ഥാപനം മൊത്തം വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ ബിസിനസ് മൊത്തം വിൽക്കുകയാണെങ്കിൽ പോലും എന്തിന് തയ്യാറായിട്ടായിരിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മൾ റെഡി ടു ഫെയിൽ അഥവാ റിജക്ഷനെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മൈൻഡ് സെറ്റിന്റെ അടിസ്ഥാന ശില ഇട്ടുകൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഏതൊരു ബിസിനസ്സിലേക്കും ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ ആണ് എന്ത് വേണ്ടി വരും? ഈ റിജക്ഷനെ ഫേസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം നമ്മൾ തയ്യാറാണ്, അതിനനുസരിച്ചുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടോ എങ്കിൽ ഇവിടെ വിജയിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ്? കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ട്, നമ്മൾ അത്യാവശ്യം നല്ല ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇതിന്റെ മേഖലയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം നമുക്ക് മതിയാവുന്നില്ല എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ആ സമയത്താണ് നമ്മൾ ഈ ഒരു മേഖലയെ
പുതിയൊരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അന്ന് ആ പുതിയൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ്, പുതിയതാണ്, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല, നമുക്കിത് സെല് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ്, നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളജ്, നമുക്കിതിന്റെ അറിയുന്ന മേഖല ഇത്രയും മാത്രമാണെങ്കിൽ ഇത്രയും വലിയ മേഖല ഇതിന് പുറത്തു നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് വേണ്ടി വരും? ഈ ഒരു ബിസിനസ് ബേസിക് സ്കില്ലുകൾ എന്തൊക്കെ? ബേസിക്സ്, ഇത് സർവീസോ പ്രോഡക്റ്റോ എന്തുമായിക്കോട്ടെ, ഇതിന്റെ ബേസിക് നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. ഇതിന് വേണ്ട സ്കില്ലുകൾ, ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസന്റേഷൻ സ്കില്ല്, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സ്കിൽസ് പലതരത്തിലുള്ള സ്കിൽസ് നമുക്ക് വേണ്ടിവരും ആ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അതിന് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും, ഒരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യേണ്ടി വരും, സെല്ല് ചെയ്യേണ്ടി വരും, അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിന് ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ടൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോലും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും മൈൻഡ് സെറ്റിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാരണം ഞാൻ മാത്രമാണ് ഇത് സക്സസ്ഫുൾ ആവും എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഈ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പദ്ധതി സക്സസ്ഫുൾ ആവും എന്നുള്ളത് നമ്മൾ കരുതുന്നത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മളാണ്. നമുക്ക് ആദ്യത്തെ റിജക്ഷൻ നേരിടേണ്ടി വരും എവിടെ നിന്നായിരിക്കും? ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വേണ്ടി വരിക. അതുപോലെ തന്നെ സൊസൈറ്റി മൊത്തത്തിൽ നമുക്ക് എതിരായിട്ട് പറയും. ഫ്രണ്ട്സ്, ഇവരൊക്കെ നമുക്ക് എതിര് നിൽക്കും. അപ്പോൾ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്നൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റിജക്ഷൻ ഞാൻ പറഞ്ഞു. ഈ റിജക്ഷനെ നമ്മൾ ഒരു സൈഡിൽ കൊട്ടി അടച്ചാൽ അടുത്തത് നമ്മൾ എന്ത് വേണ്ടി വരും? നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ടൂൾസ് വേണ്ടി വരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഒക്കെ പുറമെ നോളജും, നമുക്ക് നോളജുണ്ട്, സ്കില്ലുണ്ട്, ടൂൾസ് ഉണ്ട്. ഈ നോളജ് റിജക്ഷനെ നേരിടാൻ നമുക്ക് നോളജ് ഉണ്ടാക്കേണ്ടി വരും, സ്കില്ല് ഉണ്ടാക്കേണ്ടി വരും, ടൂൾസ് ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിജക്ഷൻ, ഈ പൊതുസമൂഹമോ ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ പറയുന്ന റിജക്ഷനെ, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ നൽകുന്ന റിജക്ഷനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള സ്കില്ല് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കില്ലിലെ പോരായ്മകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ടൂൾസ്, മതിയായ ടൂൾസ്, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ടൂൾസോ അല്ലെങ്കിൽ ടൂൾസിന്റെ പോരായ്മകളോ ഒക്കെ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ സ്പിരിച്വൽ കോഷന്റ്. ഏതൊരു വ്യക്തിക്കും IQ EQ ഒക്കെ ഉണ്ടെങ്കിലും, അതായത് ഇമോഷണൽ കോണ്ടന്റും ഇന്റലിജൻസ് IQ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും SQ കൂടി ഇന്ന് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആകെ തുകയാണ് നമ്മൾ ഇന്ന് ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്താകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഇരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ. മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്നത് അതാണ്. മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്, ബേസിക്കലി പറയാനുള്ളത് മൈൻഡ് സെറ്റിന്റെ ഇതേ കാര്യങ്ങളെ കുറിച്ചാണ്. അടുത്ത് വരുന്നതാണ് മണി ബിലീഫ്. മണി ബിലീഫ്സ്. ഈ മണി ബിലീഫ്സ് നമുക്ക് എവിടുന്നാ കിട്ടുക? 7 വർഷം ആകുമ്പോഴേക്കും, 7 വയസ്സ് പ്രായമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ
പണത്തെക്കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ പണത്തെക്കുറിച്ചിട്ടുള്ള വിശ്വാസ രീതികൾ, അടിസ്ഥാനപരമായ വിശ്വാസ രീതികൾ നമ്മുടെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത് പ്രധാനമായും ആരിൽ നിന്നാണ് വരുന്നത്? പാരൻസിൽ നിന്ന് വരും, പിന്നെ സൊസൈറ്റി, സമൂഹത്തിൽ നിന്ന് വരും. ഈ പാരൻസിന്റെ ബിലീഫ്സിന് അനുസരിച്ച് തന്നെ ആയിരിക്കും ഒരു ചൈൽഡിന്റെ ബിലീഫ് സിസ്റ്റവും വളർന്നു വരുന്നത്. അതുകൊണ്ടായിരിക്കും പല ആളുകളും അതിനൊന്നും കഴിയില്ല, എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പണം ഒരു ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്, അല്ലെങ്കിൽ പണം ദുഷ്ടന്മാരാണ് കൂടുതൽ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ ചതി, വഞ്ചന, കളവൊക്കെ ചെയ്യേണ്ടി വരും. പണം ആളെ കൊല്ലുന്നതാണ്, അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള നെഗറ്റീവ് മണി ബിലീഫ്സ് ഒക്കെ ഇവിടുന്ന് ഉണ്ടായിരിക്കും. ഈ മൈൻഡ് സെറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കും. അതിനെ റീപ്രോഗ്രാം ചെയ്യേണ്ടി വരും. റീപ്രോഗ്രാം അല്ലെങ്കിൽ റീവയർ. ഈ മണി ബിലീഫ്സിനെ കുറിച്ച് ഇതിനെ നമുക്ക് അഫർമേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റൈറ്റിംഗിലൂടെയോ സ്പെഷ്യൽ റൈറ്റിംഗ്സിലൂടെ ഒക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഈ ബിസിനസ് നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ബിസിനസ്സിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യും. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. നമുക്ക് അതിലേക്ക് പോവാം. ഓപ്പർച്യൂണിറ്റി, ഞാൻ മുൻപുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്ന്. അറ്റ് ദ സമയം ഞാൻ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ് കൂടിയാണ്, കൺസൾട്ടന്റ്. എന്താണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് വീണ്ടും ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ തന്നെ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രധാനമായും ഇതിന് വേണ്ട ഒരു ഷോപ്പ് കാര്യങ്ങൾക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടതായ ക്യാമറ, ഗിയേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിന് മിനിമം 4 to 5 lakh റുപ്പീസ് നമുക്ക് അതിനാവും. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അതുപോലെ തന്നെ ലാൻഡ് നമുക്ക് വേണ്ടി വരും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പരിശോധിക്കാനുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് എന്താണ്? ഒന്ന്, ഒരു മൈൻഡ് സെറ്റ്, കൃത്യമായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. 2, നോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്, നോ ക്യാപിറ്റൽ, നോ ലാൻഡ്. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഇനി ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ തുടരുകയായിരുന്നു എങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കുന്നിടത്തോളം കാലം ഏജ് ലിമിറ്റ് ഉണ്ട്. ഒന്ന്, മാക്സിമം ഒരു 50 വയസ്സ് വരെ പോയേക്കാം. അതിനപ്പുറം ഒരു ഫോട്ടോഗ്രാഫറും, സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫേഴ്സ് അല്ലാതെ മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും വെഡിങ് ഫോട്ടോഗ്രാഫിയിലോ മേഖലയിലോ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി മേഖലയിലോ ഒന്നും തന്നെ കാണാനില്ല. ശരാശരി ആളുകളുടെ കാര്യമാണ് പറയുന്നത്, എക്സ്ട്രാ വേക്കൻസി ആയിട്ടുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? ഒന്ന്, നോ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് ഇല്ല. നോ റിട്ടയർമെന്റ് ഇല്ല. ഇവിടെ മാക്സിമം പോകുന്നത് 50 വയസ്സ് വരെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ടി വരും ഇവിടെ. അതുപോലെ തന്നെ എന്റെ സാന്നിധ്യം ഇവിടെ നോട്ട് ഫ്രീഡം, മണി ഫ്രീഡം, ലൊക്കേഷൻ ഫ്രീഡം ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് നമ്മളില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാത്തൊരവസ്ഥ വരികയോ അല്ലെങ്കിൽ നിരന്തരം കസ്റ്റമേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന എന്നൊരവസ്ഥയോ ഉണ്ടാവുകയുണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊരു സിസ്റ്റം ആൻഡ് ടീം സപ്പോർട്ട് ഇവിടെയും ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഇവിടെയാണോ? ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ സ്കീമുകൾ കാലാവധിക്ക് അനുസൃതമായിട്ട് ആണ് ഇൻകം വരുന്നത്. അത് പലപ്പോഴും സെല്ല് ചെയ്യുന്ന സ്കീമിന്റെ കാലാവധിക്ക് അനുസൃതമായിട്ടായിരിക്കും ഈ ഇൻകം വരുന്നത്. അതിന് ലിമിറ്റഡ് അല്ല. അതായത്
വൺ ടൈം സെറ്റിൽമെന്റ് അല്ല ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പല പ്രോഡക്റ്റിന്റെയും ഇൻകം ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് ഒരു വെഡിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതോടെ തീർന്നു. ഇവിടെ അങ്ങനെയല്ല. പലപ്പോഴും കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ റീച്ച് ആവാനും ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാനും കൂടുതൽ ആളുകളെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മളൊരു പ്രോബ്ലം സോൾവർ ആവുന്നതിലൂടെ കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ വേറെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? എന്നെ സംബന്ധിച്ച് ഇതൊരു ഇൻക്രിമെന്റൽ ഇൻകം ആണ്. ഒരേ കാര്യം തന്നെ ഒരേപോലെ ചെയ്താൽ മതി. പക്ഷെ ഓരോ മാസവും ഓരോ വർഷവും ഇൻകം കൂടിക്കൊണ്ട് വരുന്ന ഒരു രീതിയാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഫോട്ടോഗ്രാഫി തന്നെ നിൽക്കുകയാണെങ്കിലോ അവിടെ ഇൻക്രിമെന്റൽ ഇൻകം മാസം സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാകും എങ്കിലും ആ ഒരു ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ അവസാനിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രിമെന്റൽ ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് നമുക്ക് നൽകുന്നുണ്ട്. കരിയർ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസെന്റീവുകൾ. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ ഒക്കെ പുറമെയാണ് ഇൻസെന്റീവ്. പല സമയത്തും പല സ്പെഷ്യൽ സമയത്തും സ്പെഷ്യൽ ഓഫറുകളും ഒക്കെ ആയിട്ടും ഓരോ മേഖലയിലും ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അഡ്വൈസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇന്ന് ഇത് ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസെന്റീവുകൾ ലഭിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള അച്ചീവ്മെന്റ്സുകൾ. അത് ഒരിക്കലും പ്രായപരിധി നോക്കാതെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് പല സ്ലാബുകളിലായിട്ട് പലതരത്തിലുള്ള ഇൻകം ഒരേ ജോലി ചെയ്യുന്നതിലൂടെ പല ഫിനാൻഷ്യൽ കൺസൾട്ടന്റുകൾക്കും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനും ഇന്ന് ലഭ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ 2026 വരുന്ന വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതാണ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ് ബിസിനസ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് വൈ എന്നുള്ളതും ഹൗ എന്നുള്ളതും വെൻ എന്നുള്ളതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിന് ഉത്തരം നൽകാൻ ഒരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഏതൊരു വ്യക്തിക്കും വളരെ വലിയ സക്സസിലേക്ക് പോകാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് നിലവിലുണ്ട്. ആ സിസ്റ്റം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ട്രെയിനിങ്ങുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. അത്തരത്തിലെ കാര്യങ്ങൾ നമുക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ വളരെ ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞു തരാം. അതായത് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ മേഖല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ നൽകുന്ന സിസ്റ്റത്തിനകത്ത് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാമുകൾ. ഇനി ന്യൂ വേൾഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ന്യൂ വേൾഡിന് എന്തൊക്കെ വേണം? ഡിജിറ്റൽ സ്കില്ലുകൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ അറിയണം. സെയിൽസ് ട്രെയിനിങ് വേണ്ടി വരും, അതുപോലെ തന്നെ പ്രസന്റേഷൻ, ഇതൊക്കെ വേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ പുറമെ വേറെ എന്തൊക്കെ വേണ്ടി വരും? മൈൻഡ് സെറ്റ് റീഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 5 AM ക്ലബ്ബ് പോലുള്ള പരിപാടികൾ, ബുക്ക് റീഡിംഗ് പോലെയുള്ള മൈൻഡ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ, എഫേർട്ടുകളൊക്കെ ഈ മെത്തേഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഇൻകം സ്ട്രീം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിങ് സിസ്റ്റങ്ങളും നിലവിൽ ഇതിനകത്തുണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ടുള്ള ഏതൊരാളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ഇവിടെ എഴുതാം: നോട്ട് ഫോർ ഏജൻസ്, നോട്ട് ക്രിയേറ്റിംഗ് ഏജൻസ്, ഐ എം ക്രിയേറ്റിംഗ് ഓൺലി ലീഡേഴ്സ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നേടിയെടുക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതിന് പഠിക്കാനും മനസ്സിലാക്കാനും ആളുകളെ ഹെൽപ്പ് ചെയ്യാനും മനസ്സുള്ള വ്യക്തികൾക്ക് തീർച്ചയായും നല്ലൊരു ലീഡറായി മാറാൻ കഴിയും. ആ ലീഡർഷിപ്പിലൂടെ നിങ്ങൾ എന്താണ് എൻ്റെ പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും. അത്തരം പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കടത്തിവിടാൻ കഴിയും എന്നുള്ള ഉറപ്പോടുകൂടി നിർത്തുന്നു. താങ്ക് യു.
രാകേഷ് ദ കൺസൾട്ടൻറ്റ്. താങ്ക് യു.